ഹായ് ഫ്രണ്ട്സ്, PSC ബേസിക്സ് എക്കാലവും ട്രെൻഡിലെത്തുന്നത് SCRT ചാപ്റ്റേഴ്സ് വെച്ചിട്ടാണ്. SCRT പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ പുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും അതിലേതൊക്കെ ക്വസ്റ്റ്യൻസ് എത്തരത്തിൽ വരാമെന്നുള്ള പുതിയ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു SCRT ക്ലാസ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിനകത്ത് 10ാം ക്ലാസ്സിലെ ജീവൻ്റെ ജനിതകം എന്ന ചാപ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വരുന്ന ലാബ് അസിസ്റ്റൻ്റ് എക്സാം, അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാം, അതുപോലെ ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും ഇതിൽ നിന്ന് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നോബൽ പ്രൈസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടാണ്. ജീൻ എഡിറ്റിങ്ങിൻ്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് രസതന്ത്ര നോബൽ എന്നതാണ്. ജീൻ എഡിറ്റിംഗ്, അതായത് നമ്മുടെ ജീനിനെ എഡിറ്റ് ചെയ്യുന്ന മേഖലയാണ് ജീൻ എഡിറ്റിംഗ്. ഈ ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2020 ഏത് വർഷത്തെയാണ് 2020 രസതന്ത്ര നോബൽ പ്രൈസ് ലഭിച്ചു. ആർക്കൊക്കെ? മുന്നേയൊക്കെ PSC പഠിച്ചവർക്ക്, അതായത് ഈ ഇടയ്ക്ക് തന്നെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് അറിയാം 2020 നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയാണ്? എമ്മാനുവൽ കാർപ്പൻ്റർക്കും ജെന്നിഫർ എ ഡൗഡ്നയ്ക്കുമാണ് 2020 കെമിസ്ട്രി പുരസ്കാരം കിട്ടിയത്. എമ്മാനുവൽ കാർപ്പൻ്റർക്കും ജെന്നിഫർ എ ഡൗഡ്നയ്ക്കുമാണ്. ഇവർക്ക് എന്തിനാണ് കിട്ടിയത്? DNA-യിലുള്ള ജീനുകളിലെ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് CRISPR-Cas9 എന്ന ടെക്നോളജി കണ്ടെത്തിയതിനാണ് പുരസ്കാരം. ഇത് ജനറ്റിക് രോഗചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അതുമാത്രമല്ല, കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ഇതുപകരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ പറ്റിയ ഒരു ടേബിളാണ്. 2020 കെമിസ്ട്രി പുരസ്കാരം കിട്ടിയത് ആർക്കൊക്കെയാണ്? നോബൽ പ്രൈസ് ഇമ്മാനുവൽ കാർപ്പൻ്ററിനും ജെന്നിഫർ എ ഡൗഡ്നയ്ക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? DNA-യിലെ ജീനുകളിൽ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ട് CRISPR-Cas9 എന്നൊരു സാങ്കേതിക വിദ്യ കണ്ടെത്തി. ഇത് ജനിതക ചികിത്സ, അതുമാത്രമല്ല ക്യാൻസർ ചികിത്സ, അതുമാത്രമല്ല കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ഇത് ഉപകരിക്കും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ DNA എന്താണ്, ജീൻ എന്താണ്, ഇതിനെക്കുറിച്ച് ഒരു ഫുൾ ധാരണ നമുക്കുണ്ടാവണം. DNA-യുടെ ഫുൾ ഫോം എന്താണ്? ഡീഓക്സിറൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്റർ മനസ്സിലാക്കാനായിട്ട് നോക്കാം. DNA, ജീൻ എന്നിവയുടെ സ്ഥാനം, സൂക്ഷ്മഘടന എന്നിവയ്ക്കാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം പഠിക്കാൻ പോകുന്നത് DNA-യുടെ സ്ഥാനമാണ്. അപ്പോൾ DNA-യുടെ സ്ഥാനമൊക്കെ എവിടെയാണ്? കോശത്തിനുള്ളിലാണ് DNA ഇരിക്കുന്നത്. അപ്പോൾ DNA-യിൽ കോശമുണ്ട്. നമ്മുടെ കോശത്തിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് ക്രോമസോം ഉണ്ട്. ക്രോമസോമിനകത്താണ് എന്തുള്ളത്? DNA ഉള്ളത്. അപ്പോൾ DNA-യുടെ ഘടന നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് യൂണിറ്റാണ് കോശം എന്നത്. കോശത്തിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് ക്രോമസോം ഉണ്ട്. ക്രോമസോമിനകത്താണ് നമ്മൾ ഈ പറയുന്ന DNA ഉള്ളത്. അപ്പോൾ DNA എന്താണ്? DNA എങ്ങനെയാണ് അതിൻ്റെ ഘടന എന്നാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും DNA-യുടെ ചുറ്റുഗോവണി മാതൃക അഥവാ ഡബിൾ ഹെലിക്സ് മോഡൽ, അതാണ് ഇതാ നോക്ക്, ചുറ്റുഗോവണി മാതൃകയിൽ പോയിരിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ഡബിൾ ഹെലിക്സ് മോഡൽ കണ്ടെത്തിയത് ആരാണ്? ഈ ഒരു ഡബിൾ ഹെലിക്സ് മോഡൽ DNA-യുടെ 2 ചുറ്റുഗോവണി മാതൃക കണ്ടെത്തിയത് ആരൊക്കെയാണ്? ആരൊക്കെയാണ് കണ്ടെത്തിയത്? നമ്മുടെ ആരാണ് കണ്ടെത്തിയത്? ഡബിൾ ഹെലിക്സ് മോഡൽ കണ്ടെത്തിയത് ജെയിംസ് വാട്സണും ഫ്രാൻസ് ക്രിക്കും ചേർന്നിട്ടാണ്. 1953 വികസിപ്പിച്ചത്. അതുമാത്രമല്ല, ഈ DNA എന്ന് പറയുന്ന
ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ചുറ്റുഗോവണി മാതൃക അല്ലെങ്കിൽ ഡബിൾ ഹെലിക്സ് മോഡൽ ഇതുവരെ അവതരിപ്പിച്ചത് ആരുടെ പഠനങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്? നമ്മുടെ റോസ്ലിൻ ഫ്രാങ്കിൻ്റെയും മോറിസ് വിൽക്കിൻസിൻ്റെയും. ആരുടെയാണ്? റോസ്ലിൻ ഫ്രാങ്കിളിൻ്റെയും. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ, കാരണം ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. റോസ്ലിൻ ഫ്രാങ്കിളിൻ്റെയും മോറിസ് വിൽക്കിൻസിൻ്റെയും എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് DNA ഘടന ജെയിംസ് വാട്സണും ഫ്രാൻസ് ക്രിക്കും നിർദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ഈ റോസ്ലിൻ ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസിൻ്റെയും എക്സ്റേ പഠനങ്ങളിലൂടെയാണ് DNA ഡബിൾ ഹെലിക്സ് മോഡൽ ഫ്രാൻസ് ക്രിക്കും ജെയിംസ് വാട്സണും കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ റോസ്ലിൻ ഫ്രാങ്ക്ലിൻ എടുത്ത DNA ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളിൽ പ്രശസ്തമായ ഫോട്ടോ 51, ഏതാണ്? ഫോട്ടോ 51 എന്ന ചിത്രത്തിൽ നിന്നാണ് ഈ നിർണായക വിവരങ്ങൾ ആർക്ക് കിട്ടിയത്? ജെയിംസ് ഫ്രാൻസണും ഫ്രാൻസിസ് ക്രിക്കിനും കിട്ടിയത്. അതുകൊണ്ട് തന്നെ 1958 നമ്മുടെ ആർക്കാണ് ഈ 1958 നമ്മുടെ ആര് മരിച്ചു? റോസ്ലിൻ ഫ്രാങ്ക്ലിൻ മരിച്ചു. പിന്നെ ഉള്ളത് ആരാണ്? മോറിസ് വിൽക്കിൻസ് ആണ്. DNA ചുറ്റുഗോവണി മാതൃക ഈ ഒരു എക്സ്റേയിൽ നിന്ന് കണ്ടെത്തിയതിന് 1962 ജെയിംസ് വാട്സണും ഫ്രാൻസ് ക്രിക്കിനും പിന്നെ ഈ മോറിസ് വിൽക്കിൻസിനും കൂടെ നോബൽ പ്രൈസ് ലഭിച്ചു. അപ്പോൾ ഇത് ഒരു കൺഫ്യൂഷനാക്കി സ്റ്റേറ്റ്മെൻറ്റിൽ കയറ്റി ചോദിക്കാൻ പറ്റിയ ഒരു പോർഷനാണ് ഈ ഒരു പോർഷൻ. അപ്പോൾ ഇതെന്ത് ചെയ്യുക? കുറച്ച് കാര്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. 1953 ആര് കണ്ടെത്തിയത് ചുറ്റുഗോവണി മാതൃക? ജെയിംസ് വാട്സണും ഫ്രാൻസ് ക്രിക്കും. ഇനി ആരുടെ എക്സ്റേ പഠനത്തിൽ നിന്നാണ് ഇതെടുത്തത്? റോസ്ലിൻ ഫ്രാങ്ക്ലിൻ്റെയും മോറിസ് വിൽക്കിൻസിൻ്റെയും. ഏതാണ് അവരുടെ ആ ഒരു പ്രശസ്തമായ ചിത്രത്തിൻ്റെ പേരെന്താണ്? ഫോട്ടോ 51. ഇനി 1958 ആര് മരിച്ചു? റോസ്ലിൻ ഫ്രാങ്ക്ലിൻ 37 വയസ്സിൽ മരിച്ചു. അതുകൊണ്ട് തന്നെ DNA ചുറ്റുഗോവണി മാതൃക കണ്ടെത്തിയതിന് 1962 മെഡിസിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചു. ആർക്കൊക്കെ മാത്രം? ജെയിംസ് വാട്സണും ഫ്രാൻസ് ക്രിക്കിനും മോറിസ് വിൽക്കിൻസിനും മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ചിലപ്പോൾ മോറിസ് വിൽക്കിൻസിന് പകരം റോസ്ലിൻ ഫ്രാങ്ക്ലിനെയൊക്കെ ചേർത്ത് എഴുതാം. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവാതെ പഠിക്കുക. എക്സ്റേ എടുത്ത ആ ഒരു പഠനം നടത്തിയതിൽ റോസ്ലിൻ ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസും ഉണ്ടായിരുന്നു. പക്ഷേ റോസ്ലിൻ എന്ത് ചെയ്തു? 1958 മരിച്ചു. അപ്പോൾ 1962 മെഡിസിന് നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ ജെയിംസ് വാട്സണും ഫ്രാൻസ് ക്രിക്കിനും മോറിസ് വിൽക്കിൻസിനും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ക്ലിയർ ആയല്ലോ? ആ ഒരു പോർഷൻ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. ഇല്ലെങ്കിൽ അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് ആ ഒരു സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ? ഇതാണ് DNA സ്ട്രക്ചർ. DNA സ്ട്രക്ചർ പറയുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. 3 പാർട്ടാണ് പ്രധാനമായിട്ടുള്ളത്. 2 ഇഴകളുണ്ട്. ഏതൊക്കെയാണ് 2 ഇഴകൾ? നമ്മൾ പഠിച്ചു. എന്ത്? ഗോവണിയാണ്. ഗോവണിക്ക് 2 ഇഴകൾ, തീർച്ചയായിട്ടും 2 ഇഴകളുണ്ട്. കണ്ടില്ലേ? ഈ 2 ഇഴകൾ ഓക്കെ ആണല്ലോ. തന്നെ ഉണ്ട് പടികളുണ്ട്. പടികൾ, ഇത് കണ്ടോ? പടികളുണ്ട്. എനിക്ക് പടികളുണ്ട്, ഇഴകളുണ്ട്, പടികളുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് വരുന്നത്? ഇഴകൾ നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചസാര, ഫോസ്ഫേറ്റ് എന്നിവ ചേർന്നിട്ടാണ്. ഷുഗർ, പഞ്ചസാര എന്താണ്? ഷുഗർ, ഫോസ്ഫേറ്റ് എന്നിവ ചേർത്തിട്ടാണ് ഇഴകൾ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് എന്താണ്? പിന്നെ ഉള്ളത് പടികളാണ്. പടികൾ നിർമ്മിച്ചിരിക്കുന്നത്, ഇതാണ് പടികൾ നിർമ്മിച്ചിരിക്കുന്നത് നൈട്രജൻ ബേസുകളുടെ ജോഡികൾ ചേർത്തിട്ടാണ്. നൈട്രജൻ ബേസുകളുടെ ജോഡികൾ ചേർത്തിട്ടാണ് പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇഴകൾ നിർമ്മിച്ചിരിക്കുന്നത് ഫോസ്ഫേറ്റ് തന്മാത്രകളും പഞ്ചസാര തന്മാത്രകളും ചേർത്തിട്ടാണ്. നൈട്രജൻ ബേസുകൾ ചേർന്നിട്ടാണ് പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ന്യൂക്ലിയോടൈഡുകൾ എന്ന് അറിഞ്ഞിരിക്കണം. DNA അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് എന്ത്? ന്യൂക്ലിയോടൈഡുകൾ എന്നത്. DNA അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂക്ലിയോടൈഡുകൾ. DNA അടിസ്ഥാന ഘടകം ഏതാണ്? ന്യൂക്ലിയോടൈഡുകളാണ്. ഓരോ ന്യൂക്ലിയോടൈഡും
ഒരു ഡി ഓക്സി റൈബോസ് പഞ്ചസാരയും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ ന്യൂക്ലിയോടൈഡ് എന്നാൽ എന്ത്? അത് DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ്. അതിനെന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? ഓരോ ന്യൂക്ലിയോടൈഡുകളും ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാരയും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഒരു നൈട്രജൻ ബേസും ചേർന്നിട്ടുള്ളതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത്, ഈ ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മുടെ ആരുടെ ഘടകമാണ്? ഫോസ്ഫേറ്റുകളുടെ ഘടനയാണ്. ദെൻ നൈട്രജൻ ബേസുകളുണ്ട്. അവ നൈട്രജൻ അടങ്ങിയ ആൽക്കലി സ്വഭാവമുള്ള സംയുക്തമാണ് നൈട്രജൻ ബേസ്. അതുകൊണ്ടാണ് അതിനെ ബേസ് എന്ന് വിളിക്കുന്നത്, നൈട്രജൻ ബേസ്. നൈട്രജൻ അടങ്ങിയ ആൽക്കലി സ്വഭാവമുള്ള സംയുക്തങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ പടികൾ ഉണ്ടാക്കിയിരിക്കുന്ന നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത്. അടുത്തത് പിന്നെയുള്ളത് ഏതാണ്? ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്ന്, DNA-യിലെ ഇഴകളുടെ എണ്ണം എത്രയാണ്? DNA-യിലെ ഇഴകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ ഏതൊക്കെയാണ്? ഫോസ്ഫേറ്റ് തന്മാത്രകളും പഞ്ചസാര തന്മാത്രകളും. പടികൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ ഏതാണ്? നൈട്രജൻ ബേസുകൾ. വിവിധ തരം നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഏതൊക്കെയാണ് വിവിധ തരം നൈട്രജൻ ബേസുകൾ? അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും പോയി നോക്കിയിട്ട് വരണം. ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ. ഇതെങ്ങനെ പഠിക്കും? ATGC ആണ് നൈട്രജൻ ബേസുകൾ. അപ്പോൾ DNA-യിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ ബേസുകളുടെ എണ്ണം 4 ആണ്. ഏതൊക്കെയാണ്? 1 അഡിനിൻ, 2 തൈമിൻ, 3 ഗുവാനിൻ, 4 സൈറ്റോസിൻ. അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ. ഈ 4 നൈട്രജൻ ബേസുകളാണ് അടങ്ങിയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അടുത്തത് പിന്നെ വിവിധ തരം നൈട്രജൻ ബേസുകൾ. പടികൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? പറഞ്ഞു, ഫോസ്ഫേറ്റും പഞ്ചസാരയും കൂടി ചേർന്നിട്ടാണ് പടികൾ രൂപപ്പെടുന്നത്. നൈട്രജൻ ബേസുകൾ ജോഡി ചേരുന്ന വിധം എങ്ങനെയാണ്? അത് നമ്മൾ നോക്കണം അല്ലേ? അത് തീർച്ചയായിട്ടും നമ്മൾ നോക്കിയിരിക്കണം. അപ്പോൾ അതിനായിട്ട് ഇതെല്ലാം മാറ്റി നോക്കാം. അപ്പോൾ നൈട്രജൻ ബേസുകൾ എല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് ചേരത്തില്ല. നോക്ക്, ആദ്യം അഡിനിൻ വന്നിട്ടുണ്ട്. അഡിനിനും തൈമിനും ചേർന്നിട്ടുണ്ട്. പിന്നെ അടുത്തതിൽ ഗുവാനിനും സൈറ്റോസിനും വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തതിൽ അഡിനിനും തൈമിനും, അടുത്തിന് ഗുവാനിനും സൈറ്റോസിനും. അപ്പോൾ ഒരു പടിയിൽ അഡിനിനും തൈമിനും, അടുത്ത പടിയിൽ സൈറ്റോസിനും ഗുവാനിനും. അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതും ക്ലിയറായി. അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗുവാനിൻ. അങ്ങനെയാണ് ഓരോ പടികളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അടുത്തത് ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ. ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ ഏതാണ്? ഒന്ന് പഞ്ചസാരയുണ്ട്, ഒന്ന് ഫോസ്ഫേറ്റ് ഉണ്ട്, പിന്നെ നൈട്രജൻ ഫേസ് ഉണ്ട്. ഇത് ഇത്രയും ചേർന്നിട്ടുള്ളതാണ് ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ. ഇത് ഇത്രയും അറിയാമെങ്കിൽ DNA-യുടെ ഘടന മനസ്സിലായി കഴിഞ്ഞു എന്നർത്ഥം. ഓക്കെ, DNA-യുടെ വലിപ്പമാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു DNA-യുടെ വലിപ്പം എത്രയാണ്? ഓരോ ക്രോമസോമിലെയും DNA-ക്ക് ഏകദേശം 2 ഇഞ്ച് നീളമുണ്ടാകും. ഓരോ ക്രോമസോമിലെയും DNA-ക്ക് ഏകദേശം 2 ഇഞ്ച്, അതായത് 5 സെൻറ്റിമീറ്റർ നീളമുണ്ടാകും. ഒരു മനുഷ്യകോശത്തിൽ 46 ക്രോമസോമുകളിലെയും DNA-കൾ ചേർന്നാൽ ഏകദേശം 6 അടി നീളം വരും. അപ്പം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 6 അടി നീളമുണ്ടാവും 46 ക്രോമസോമുകളിലെയും കൂടി DNA-കൾ ചേർന്നാൽ, അതായത് 2 മീറ്റർ. മനുഷ്യ ശരീരത്തിൽ 1,00,000 കോടിക്കണക്കിന്, അതായത് ട്രില്യൺ കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ കോശത്തിലെയും DNA-കളെ കൂട്ടിയോജിപ്പിച്ചാൽ അത് ഏകദേശം 67 ബില്യൺ. 1 ബില്യൺ എന്നാൽ 100 കോടിയാണ്. അപ്പോൾ 67 ബില്യൺ എന്ന് പറയുമ്പോൾ 67,000 കോടി മൈൽ വരും. നമ്മൾ ഈ DNA-യുടെ എല്ലാം കൂടി, നമ്മളെ എല്ലാ കോശങ്ങളുടെയും കൂടി DNA-യുടെ വലിപ്പം നോക്കുകയാണെങ്കിൽ ഇത് ഭൂമിയുടെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ വേണ്ടിയിട്ടുള്ള നീളമുണ്ട്. DNA-യുടെ മൊത്തത്തിൽ നമ്മളെ മനുഷ്യ ശരീരത്തിലെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ക്രോമസോമിലെയും DNA-ക്ക് ഏകദേശം എത്ര നീളം വരാം? 2 ഇഞ്ച് അഥവാ 5 സെൻറ്റിമീറ്റർ. ഒരു മനുഷ്യ
മനുഷ്യകോശത്തിൽ 46 ക്രോമസോം ഉണ്ടെങ്കിൽ DNA ചേർന്നാൽ ഏകദേശം 6 അടി നീളം വരും. മനുഷ്യ ശരീരത്തിൽ ട്രില്യൺ കണക്കിന് കോശങ്ങളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ 67 ബില്യൺ മൈൽ വരും. ഓക്കെ ആണല്ലോ. അടുത്തത്, ഇതെല്ലാം കൂടി നമ്മുടെ കുഞ്ഞു കോശത്തിലെ ക്രോമസോമുകളിൽ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ്? അത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ വെറുതെ എങ്കിലും ഒന്ന് ചിന്തിക്കണം. ഇനി എന്താണ് ക്രോമസോം? DNA-യും ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളുമാണ് മുഖ്യമായും ക്രോമസോമിലുള്ളത്. അപ്പം നമ്മുടെ ക്രോമസോമിനകത്ത് DNA-യും ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളുമാണ് മുഖ്യമായിട്ടും ഉള്ളത്. 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്നാൽ ഒരു ഹിസ്റ്റോൺ ഒക്ടോമർ രൂപപ്പെടുന്നു. ഈ ഒക്ടോമറിനെ DNA ഇലകൾ വലയം ചെയ്ത് ന്യൂക്ലിയോസോം എന്ന ഘടന ഉണ്ടാക്കുന്നു. നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കിച്ചേർത്ത് ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയുമാണ് ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് DNA-യുടെ നോക്കുമ്പോൾ DNA-യും ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീൻ. അപ്പോൾ ഹിസ്റ്റോണുകൾ എന്നാൽ എന്താണ്? അത് ഒരു ടൈപ്പ് പ്രോട്ടീനാണ്. ഈ പ്രോട്ടീനുകളും കൂടി ചേർന്നിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്, പിന്നെ ക്രോമസോം എന്ന് പറയുന്നത്. ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനും DNA-യും ചേർന്നിട്ടുള്ളതാണ് ക്രോമസോം. 8 ഹിസ്റ്റോണുകൾ ചേരുമ്പോൾ ഹിസ്റ്റോൺ ഒക്ടോമർ രൂപപ്പെടും. ഈ ഒക്ടോമറിനെ DNA ഇഴകൾ വലയം ചെയ്തിട്ട് ന്യൂക്ലിയോസോം, ഇതായി ചിത്രത്തിൽ കാണും പോലെ ന്യൂക്ലിയോസോം എന്ന ഘടന ഉണ്ടാകും. നിരവധി ഇതുപോലുള്ള ഒരുപാട് ന്യൂക്ലിയോസോമുകളെ അടുക്കിച്ചേർത്ത് ചുരുളുകളാക്കി ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കി ക്രോമസോമുകൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് DNA ഇത്രയും ചുരുക്കി ഇത്രയും നീളമുള്ള DNA ഇത്രയും ചെറുതാക്കി വെക്കാനായിട്ട് പറ്റുന്നത്. ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ഏതെന്ന് പറയുന്നത്, ക്രോമാറ്റിഡുകൾ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ക്രോമാറ്റിഡുകൾ എന്ന് ചോദിച്ചാൽ ഇത് കണ്ട, ഇങ്ങനെയുള്ള ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രോമസോം എന്താണെന്ന് മനസ്സിലായല്ലോ. ക്രോമസോമിനകത്ത് എന്തുണ്ട്? DNA ഉണ്ട്, ഹിസ്റ്റോണുകളുണ്ട്. ഇങ്ങനെയുള്ള ഹിസ്റ്റോണുകൾ 8 പ്രോട്ടീനാണ് ഹിസ്റ്റോൺ എന്ന് പറയുന്നത്. ഇത് 8 ചേരുമ്പോൾ ഒരു ഒക്ടോമർ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒക്ടോമറുകളെ തമ്മിൽ ഈ വലയം DNA-യുടെ ഇത് വലയം ചെയ്യും. എന്നിട്ട് അത് എന്തുണ്ടാക്കും? ന്യൂക്ലിയോസോം ഉണ്ടാക്കും. ഈ ന്യൂക്ലിയോസോമുകളെ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് സെൻട്രോമിയർ വഴി ബന്ധിപ്പിക്കും. ഇതിന് നമ്മൾ ക്രോമാറ്റിഡ് എന്ന് പറയും. ഇങ്ങനെയാണ് ക്രോമാറ്റിഡ് ഉണ്ടാകുന്നത്. ഇനി ഓരോ സ്പീഷീസിലും നിശ്ചിത എണ്ണം ക്രോമസോമുകളാണുള്ളത്. മനുഷ്യരിൽ എത്ര ക്രോമസോം ഉണ്ട്? 46, 23 ജോഡി ക്രോമസോമുകളുണ്ട്. ഇനി മനുഷ്യരിലുള്ളതുപോലെ തന്നെ മറ്റ് ജീവികളിലും പല പല അളവ് ക്രോമസോമുകളുണ്ട്. മനുഷ്യരിലെ ക്രോമസോമുകളെ പറ്റി പറയുകയാണെങ്കിൽ 2 ടൈപ്പ് ക്രോമസോമാണ് മനുഷ്യനുള്ളത്. 22 ജോഡി എന്ന് പറയുന്നത് എത്ര ജോഡി? 22 ജോഡി ക്രോമസോമുകൾ. 22 ജോഡി ക്രോമസോമുകൾ മനുഷ്യരിൽ സ്വരൂപ ക്രോമസോമുകളാണ്, സൊമാറ്റിക് ക്രോമസോം. അതായത് ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളാണ്. 22 ജോഡി സ്വരൂപ ക്രോമസോമുകളാണ് നമ്മുടെ മനുഷ്യന്മാർക്കുള്ളത്. ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നതാണ് സമരൂപ ക്രോമസോമുകൾ, ഹോമോലോഗസ് ക്രോമസോം. ഇവയിലൊന്ന് മാതാവിൽ നിന്നും മറ്റൊന്ന് പിതാവിൽ നിന്നും ലഭിച്ചതാണ് ഈ ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുന്നത്. സ്വരൂപ ക്രോമസോമുകൾ. അപ്പോൾ ഇത് എത്ര ജോഡിയുണ്ട്? 22 ജോഡിയുണ്ട്. ഇനി അടുത്തത് ലിംഗനിർണയ ക്രോമസോമുകളാണ്, സെക്സ് ക്രോമസോം. ലിംഗനിർണയത്തിന് കാരണമാകുന്ന ക്രോമസോമുകൾ ഇവ 2 തരമുണ്ട്. എക്സ് ക്രോമസോമും ഉണ്ട്, വൈ ക്രോമസോമും ഉണ്ട്. വൈ ക്രോമസോമും എക്സ് ക്രോമസോമുകളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. വൈ ക്രോമസോമിലെ SRY ജീനാണ് ഭ്രൂണത്തിൽ വൃഷണങ്ങളുടെ വികസനത്തിന് സഹായിക്കുന്നത്. അപ്പോൾ വൈ ക്രോമസോമിലെ ഉള്ള ഒരു ജീനാണ് ഏത്?
SRY ജീന് ഇത് ഭ്രൂണത്തിൽ വൃഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നു. അപ്പോൾ മനുഷ്യരിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? സ്വരൂപ ക്രോമസോമുകളും ലിംഗനിർണയ ക്രോമസോമുകളും എന്ന് പറഞ്ഞ് 2 ടൈപ്പ് ഉണ്ട്. ഇതിനകത്ത് സ്വരൂപ ക്രോമസോമുകൾ അഥവാ സൊമാറ്റിക് ക്രോമസോംസ് 22 ജോഡിയുണ്ട്, അഥവാ 44 എണ്ണം. ബാക്കിയുള്ള 2 എണ്ണം ലിംഗനിർണയ ക്രോമസോമുകളാണ്. ക്ലിയർ ആയല്ലോ? അടുത്തത് ഇതാണ് ഈ പറയുന്ന നമ്മുടെ ക്രോമസോമുകൾ എപ്പോഴും ജോഡികളായിട്ടാണ് കാണപ്പെടുന്നത്. അത് നിങ്ങൾക്കറിയാം, ഒരു ക്രോമസോം എന്ന് പറയുമ്പോൾ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഉള്ളതാണ്. അപ്പോൾ ഒരു ക്രോമസോമിൻ്റെ ഒരു പേരും ഒരു മാതാവിൽ നിന്നും അടുത്ത പേര് പിതാവിൽ നിന്നും അങ്ങനെ അതുകൊണ്ടാണ് അവ ജോഡികളായിട്ട് കാണപ്പെടുന്നത്. അടുത്തത് വിവിധ തരത്തിലുള്ള, ഇനി ഒരു ക്രോമസോം സംഖ്യയുള്ള ഒരുപാട് ജീവികളുണ്ട്. ബാക്ടീരിയകൾ എല്ലാം, പ്രോകാരിയോട്ടുകളായിട്ടുള്ള ബാക്ടീരിയകളെല്ലാം തന്നെ ഒരൊറ്റ ക്രോമസോം സംഖ്യയുള്ള ഇതാണ്. ദെൻ സ്ത്രീയുടെയും പുരുഷൻ്റെയും ജനിതക ഘടന നൽകിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് വെച്ചിട്ട് നമുക്ക് സ്ത്രീ പുരുഷൻ നോക്കുകയാണെങ്കിൽ ജനിതക ഘടന നിങ്ങൾക്ക് കാണാൻ കഴിയും. ആകെ ക്രോമസോമുകളുടെ എണ്ണം സ്ത്രീക്കാണെങ്കിൽ 23 ജോഡിയുണ്ട്, പുരുഷനും 23 ജോഡിയുണ്ട്. ഇതിനകത്ത് സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം സ്ത്രീക്കാണെങ്കിലും 44 പുരുഷനാണെങ്കിലും 44. ലിംഗനിർണയ സോമുകളുടെ എണ്ണം എത്രയാണ്? ആരുടെ ചോദിച്ചാലും 2 എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ 1 ജോഡിയാണ്. പക്ഷേ XX സ്ത്രീക്കും XY എന്നത് പുരുഷനുമാണ്. XX ആർക്കാണ്? സ്ത്രീക്കാണ് XX, XY എന്നത് പുരുഷനുമാണ്. ഓക്കെ, അടുത്തത് വ്യത്യസ്ത ജനിതക ഘടനകൾ. 44+XX, 44+XY എന്നിവ സാധാരണ ജനിതക ഘടനകളാണെങ്കിലും മനുഷ്യരിൽ അനേകം വ്യത്യസ്തമായ ജനിതക ഘടനകൾ കാണപ്പെടുന്നു. ഈ വ്യത്യസ്ത ജനിതക ഘടനകൾ വ്യക്തികളുടെ ശാരീരികവും മാനസികവുമായ വികാസത്തെ സ്വാധീനിക്കുന്നു. ലിംഗനിർണയം ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. ഇത് ജനിതക ഘടനകളെ മാത്രമല്ല മറ്റ് ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. വ്യത്യസ്ത ജനിതക ഘടനയ്ക്ക് ചില ഉദാഹരണമാണ്. 1 44+X0, അതായത് ഇവിടെ ഒരു ക്രോമസോം മാത്രമാണ് വരുന്നത്. ഒരു X ക്രോമസോം മാത്രമുള്ള സ്ത്രീകൾ, ഇവർ ടണ്ണർ സിൻഡ്രോം എന്ന അവസ്ഥയിലുള്ളവരാണ്. അത് ഏകദേശം ഒരു രോഗാവസ്ഥയ്ക്ക് തുല്യമാണ് 44+X0 എന്നത്. ഇതൊരു X ക്രോമസോം മാത്രമുള്ള സ്ത്രീകളാണ്. ഇവർ ഒരു ടണ്ണർ സിൻഡ്രോം എന്ന അവസ്ഥയിലുള്ളവരാണ്. ഇനി 44+XXX 3X ക്രോമസോമുകളുള്ള സ്ത്രീകളുണ്ട്. ഇവർ XXX സിൻഡ്രോം എന്ന അവസ്ഥയിലുള്ളവരാണ്. അടുത്തത് 44+XXY ആണ്. 2 ക്രോമസോമുകളും ഒരു Y ക്രോമസോമുമുള്ള പുരുഷന്മാരാണ് ഇവർ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്ന അവസ്ഥയിലുള്ളവരാണ്. അപ്പോൾ Y വന്നു കഴിഞ്ഞാൽ അവർ പുരുഷന്മാരായി, പക്ഷേ അവർ XX എന്ന് പറയുന്ന 2 ക്രോമസോമുകൾക്ക് അവർക്ക് അധികമുണ്ട്. സോ ഇവർ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവരാണ്. ഇനി XYY 2 YY വന്നു കഴിഞ്ഞാൽ ഇവർ XYY സിൻഡ്രോം എന്ന അവസ്ഥയിലുള്ളവരാണ്. ഇത് നോട്ട് ചെയ്ത് പഠിക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ X0 വന്നു കഴിഞ്ഞാൽ ടണ്ണർ സിൻഡ്രോം, അവർ സ്ത്രീകളാണ്. 44+XX വന്നു കഴിഞ്ഞാൽ XXX സിൻഡ്രോം ആണ്, അവർ സ്ത്രീകളാണ്. XXY ആണ് വരുന്നതെങ്കിൽ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ആണ്. XYY ആണ് വരുന്നതെങ്കിൽ അവർ പുരുഷന്മാരാണ്, XYY സിൻഡ്രോം ആണ്. അടുത്തത്, മുകളിൽ സൂചിപ്പിച്ച ജനിതക ഘടനകളുടെ വ്യക്തികളിൽ ലിംഗനിർണയം സങ്കീർണമാണ്. ഉദാഹരണത്തിന് ടണ്ണർ സിൻഡ്രോം എന്ന സ്ത്രീകൾക്ക് സ്ത്രീ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാകാം, എന്നാൽ അവരിൽ കൗമാരാരംഭത്തിൽ സ്ത്രീ ലൈംഗിക ലക്ഷണങ്ങളൊന്നും വികസിക്കില്ല. ഇനി ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ആണെങ്കിൽ ഇങ്ങനെയുള്ള പുരുഷന്മാർക്ക് പുരുഷ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാകും, എന്നാൽ അവർ സ്ത്രീ ലക്ഷണങ്ങളും കാണിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഈ ജീനുകളാണ് നമ്മളെ പല രീതിയിലാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജീൻ എന്താണ്? ജീൻ എന്ന് നോക്കാം.
DNA-യിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ. എന്താണ് ന്യൂക്ലിയോടൈഡുകളെന്ന് നമ്മൾ കണ്ടു. DNA-യിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ സീരീസിനെയാണ് ജീൻ എന്ന് വിളിക്കുന്നത്. ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും. എന്താണ് ജീനുകളുടെ നിർദ്ദേശമനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് എപ്പോഴും നമുക്ക് സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും മെറ്റാബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും. ഓക്കെ ആണല്ലോ. അടുത്തത് ഇവിടെ ജീനുകളുടെ ഫിഗർ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിൽ RNA എന്ന ന്യൂക്ലിക് ആസിഡിനും നിർണായക പങ്കുണ്ട്. RNA-യുടെ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും RNA എന്താണെന്ന് പഠിക്കുക. അപ്പോൾ DNA പോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. ഇവയും ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ്. ഓരോ ന്യൂക്ലിയോടൈഡിലും ഓരോ റൈബോസ് പഞ്ചസാരയും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്, പക്ഷേ RNA-ക്ക് ഒറ്റ ഇഴ മാത്രമേ ഉള്ളൂ. ഈ RNA എന്താണ്? ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ്. ഓരോ ന്യൂക്ലിയോടൈഡിലും ഓരോ റൈബോസ് പഞ്ചസാരയും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. അഡിനിൻ, ഗുവാനിൻ, യുറാസിൽ, സൈറ്റോസിൻ, മറ്റടുത്തത് തൈമിനായിരുന്നെങ്കിൽ ഇവിടെ അടങ്ങിയിരിക്കുന്നത് ഏതാണ്? യുറാസിലാണ്. അത് മറക്കരുത്, യുറാസിലാണ് RNA-ക്കകത്തുള്ളത്. RNA-യിലെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയെന്ന് ചോദിക്കും. ഏതൊക്കെയാണ്? അഡിനിനുണ്ട്, ഗുവാനിനുണ്ട്, യുറാസിലുണ്ട്, സൈറ്റോസിനുണ്ട്. RNA-യുടെ നൈട്രജൻ ബേസുകൾ ഇതൊക്കെയാണ്. അപ്പോൾ RNA എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡാണ്. ഇതും DNA പോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡ് തന്നെയാണ്. ഓക്കെ, ഇതും ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ്. ഇനി മിക്ക RNA-യ്ക്കും എല്ലാ RNA-യ്ക്കും അല്ല, മിക്ക RNA-യ്ക്കും ഒരിഴ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ DNA ഇഴകളുടെ എണ്ണം എത്രയുണ്ട്? 2 ഇഴകളുടെ എണ്ണം. RNA-യിൽ 1 ഉള്ളൂ. പഞ്ചസാരയുടെ തന്മാത്രകളുടെ തരം എന്താണ്? ഇവിടെ ഒരു റൈബോസ് പഞ്ചസാരയാണ് ഇവിടെ ഉള്ളത്. ഇത് നോർമൽ പഞ്ചസാരയാണ് DNA-യിലുള്ളത്. അടുത്തത് നൈട്രജൻ ബേസുകളാണെങ്കിൽ ഇവിടെ അഡിനിൻ, ഗുവാനിൻ, പിന്നെ തൈമിൻ, സൈറ്റോസിൻ എന്നിവയാണ്. ഇവിടെയാണെങ്കിൽ അഡിനിൻ, ഗുവാനിൻ, യുറാസിൽ, സൈറ്റോസിൻ എന്നിവയാണ്. ഓക്കെ, രണ്ടിലും 4 നൈട്രജൻ ബേസുകൾ തന്നെ ഉണ്ട്. അടുത്തത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോട്ടീൻ നിർമ്മാണത്തെ പറ്റിയിട്ടാണ്. ജീനുകളുടെ പ്രവർത്തന ഫലമായാണ് പ്രോട്ടീനുകൾ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ജീനുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് പ്രോട്ടീനുകൾ ഉണ്ടാകുന്നത്. പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഒന്നാമത്തത് കണ്ടില്ലേ, എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ എന്നതാണ് ഫസ്റ്റ്. ട്രാൻസ്ക്രിപ്ഷൻ. രണ്ടാമത്തത് ട്രാൻസ്ലേഷൻ. ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് കണ്ടില്ലേ? DNA കണ്ടു, പിന്നെ എന്താണ്? മൊത്തത്തിൽ ഒരു RNA-ൻ്റെതൊക്കെ കാണുന്നുണ്ട്, പ്രോട്ടീൻ കാണുന്നുണ്ട്, അമിനോ ആസിഡ്, tRNA, mRNA ഇങ്ങനെയൊക്കെ കണ്ടു. ഇനി നമ്മൾ കാര്യം എന്താണെന്ന് പറയാൻ പോവുകയാണ്. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ. DNA-യിലെ ഒരു നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ, അതായത് GN എന്നാണ് ഉദ്ദേശിക്കുന്നത്, നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ mRNA എന്താണ്? mRNA മെസഞ്ചർ ആണ്. mRNA എന്നാൽ മെസഞ്ചർ RNA രൂപപ്പെടുന്നു. mRNA-യിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു. mRNA കൊണ്ടുപോകുന്നത് മെസ്സേജസ് ആണ്. ഈ മെസ്സേജസ് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ നിർമ്മിക്കൂ എന്നാണ്. അപ്പോൾ mRNA-യിൽ പ്രോട്ടീൻ നിർമ്മാണ സന്ദേശം അടങ്ങിയിരിക്കുന്നു. ഇതെവിടെ നിന്നാണ് വരുന്നത്? DNA-യിലെ ഒരു നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താലാണ് mRNA മെസഞ്ചർ RNA രൂപപ്പെടുന്നത്. mRNA-യിൽ പ്രോട്ടീൻ നിർമ്മാണത്തിലുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു. ഈ ഒരു
പ്രോസസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റേജ്. അടുത്തത് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്താണ്? ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലെത്തിയ mRNA, ഈ മെസഞ്ചർ RNA ഏതാണ്? മെസഞ്ചർ RNAയിലെ സന്ദേശം അനുസരിച്ചിട്ട് tRNA, ട്രാൻസ്ഫർ RNA നിശ്ചിത അമിനോ ആസിഡുകളെ റോമോസോമിലെത്തിക്കും. അപ്പോൾ എന്തിനെത്തിക്കും? കുറച്ച് അമിനോ ആസിഡിനെ എടുത്ത് റൈബോസോമിലെത്തിക്കും. ഇനി റൈബോസോമിലെത്തിക്കുമ്പോൾ റൈബോസോമിൻ്റെ ഭാഗമാണ് RNA അഥവാ rRNA, റൈബോസോമൽ RNA. ഈ റൈബോസോമൽ RNAകളുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്തിട്ട് പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നു. അപ്പോൾ ആദ്യത്തേത് ട്രാൻസ്ക്രിപ്ഷൻ ഈസി ആയിരുന്നു. എന്തായിരുന്നു? DNA-യിലുള്ള ഒരു നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ ജീനിൽ നിന്ന് വിവിധ ഇൻസൈമുകളുടെ സഹായത്താൽ mRNA, മെസഞ്ചർ RNA രൂപപ്പെടും. മെസഞ്ചർ RNA വഴി പ്രോട്ടീൻ നിർമ്മാണത്തിലുള്ള സന്ദേശത്തെ അയക്കും. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് കഴിഞ്ഞു. അടുത്തത് ട്രാൻസ്ലേഷനാണ്. ഇതെന്ത് ചെയ്യും? ഈ mRNA കൊടുത്ത ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലെത്തി mRNA മെസ്സേജ് കൊടുക്കും, പ്രോട്ടീൻ നിർമ്മിക്കൂ എന്ന്. അതിൻ്റെ ബേസിൽ tRNAകൾ, ട്രാൻസ്ഫർ RNAകൾ നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലെത്തിക്കും. റൈബോസോമിൻ്റെ ഭാഗമായ rRNA, റൈബോസോമൽ RNAകളുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നു. ക്ലിയർ ആയല്ലോ? അടുത്തത് ഇതാണ് പ്രോട്ടീനുകളെ നിർമ്മിക്കുന്ന രണ്ട് സ്റ്റേജ്, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഈ കാണുന്ന എന്തൊക്കെയാണെന്നാണ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? മെസ്സേജ് RNA ആണ്, mRNA, മെസ്സേജ് RNA. ഇനി ഇതെന്താണ്? ഈ tRNA, ട്രാൻസ്ഫർ RNA. അടുത്തത് rRNA, ഇതാണ്, അത് റൈബോസോമൽ RNA ആണ്. ഈ 3 RNAകളാണ് നമ്മളെ പ്രോട്ടീൻ നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നത്. ഇത് DNA-യിൽ നിന്ന് വരുന്നതാണ്. മെസഞ്ചർ RNA മെസ്സേജിനെ കൊണ്ടുവരും. tRNA എന്ത് പറയും? നിശ്ചിത അമിനോ ആസിഡുകളെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് റൈബോസോമും കൂടെ ചേർത്തിട്ട് എന്തുണ്ടാക്കും? നമ്മുടെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് tRNA. അടുത്തത് rRNA ആണ്. റൈബോസോമുകളും അമിനോ ആസിഡുകളും തമ്മിലുള്ള ബോണ്ട് രൂപീകരിക്കാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇനി ഇങ്ങനെ നിർമ്മിക്കപ്പെടുന്ന ജീനുകൾ അല്ലെങ്കിൽ പ്രോട്ടീനുകൾ ഇവ തമ്മിൽ ഒരു സാമ്യ വ്യത്യാസങ്ങളുണ്ട്. ഇതെല്ലാം ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതിനെയാണ് പാരമ്പര്യം അഥവാ ഹെറിഡിറ്റി എന്ന് പറയുന്നത്. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ സന്താനങ്ങളിൽ പ്രകടമാക്കുന്ന സവിശേഷതകളാണ് വ്യതിയാനങ്ങൾ എന്നറിയപ്പെടുന്നത്. മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾക്ക് ലഭിക്കുന്ന ജീനുകളാണ് പാരമ്പര്യം, വ്യതിയാനം എന്നിവയ്ക്ക് കാരണമാകുന്നത്. ഓക്കെ, അപ്പോൾ മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വരുന്നതിനെ പാരമ്പര്യം അഥവാ ഹെറിഡിറ്റി എന്നാണ് പറയുന്നത്. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സന്താനങ്ങളിൽ എന്തൊക്കെ സവിശേഷതയെങ്കിലും വരുന്നെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് വേരിയേഷൻസ് എന്നാണ്. എന്താണ്? വേരിയേഷൻസ് എന്നാണ് വിളിക്കുന്നത്. അടുത്തത് പൂന്തോട്ടത്തിലെ ജനിതകശാസ്ത്രം. അതെന്താണ്? ബയോളജി, സുവോളജിയിൽ മാത്രമല്ല ബോട്ടണിയിലും എന്തുണ്ട്? ജനിതകശാസ്ത്രമുണ്ട്. ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതകശാസ്ത്രം. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ജെനറ്റിക്സ്? ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതകശാസ്ത്രം. ഗ്രിഗർ ജോഹാൻ മെൻഡലാണ് തോട്ടപ്പയർ ചെടിയിൽ നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളിലൂടെ എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് ജനിതകശാസ്ത്രം എന്ന ശാഖയ്ക്ക് അടിത്തറപാകിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആരാണ് ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ്? ഗ്രിഗർ ജോഹാൻ മെൻഡലാണ്. അദ്ദേഹം തോട്ടപ്പയർ ചെടിയുടെ ആ ഒരു ശാസ്ത്രീയ നാമം അറിഞ്ഞിരിക്കണം.
പൈസം സറ്റൈവം എന്നാണ്. പൈസം സറ്റൈവം എന്നാണ് ഈ ഒരു ചെടിയിൽ നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളിലൂടെയാണ് ജനിതകശാസ്ത്രം എന്ന ശാഖയ്ക്ക് അടിത്തറപാകിയത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. 1822 ജൂലൈ 20 ചെക്ക് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന വടക്കൻ മൊറാവിയയിലെ ഒരു ചെറിയ ഗ്രാമമായ ഹൈൻസിസിലാണ് അദ്ദേഹം ജനിച്ചത്. എവിടെയാണ്? ഹൈൻസിസിലാണ് ജനിച്ചത്. ബ്രൂണിലെ അഗസ്റ്റിനിയർ ആശ്രമത്തിൽ ചേർന്ന ശേഷം അദ്ദേഹം 1847 ഒരു പുരോഹിതനായി 1851 53 ഇടയിൽ വിയന്ന സർവകലാശാലയിൽ ചേർന്ന് ഭൗതിക ശാസ്ത്രം, പിന്നെ ഗണിതം, പ്രകൃതിശാസ്ത്രം എന്നിവയിൽ പഠനങ്ങൾ നടത്തുകയും ശാസ്ത്രീയമായി ഡാറ്റ വിശകലനം ചെയ്യുന്നതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ മനസ്സിലാക്കുകയും ചെയ്തു. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, 1822 ജനിച്ചു, 884 മരിച്ചു. അദ്ദേഹം വടക്കൻ മൊറാവിയയിലാണ് ജനിച്ചത്. അതിപ്പോൾ ചെക്ക് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നു. ഓക്കെ, അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. ഇനി എന്താണ് അദ്ദേഹം പൈസം സറ്റൈവം എന്നറിയപ്പെടുന്ന തോട്ടപ്പയർ ചെടിയിൽ നടത്തിയത്? 1856 മെൻഡൽ തൻ്റെ ആശ്രമത്തിലെ പൂന്തോട്ടത്തിൽ, അതായത് തോട്ടപ്പയർ ചെടികളിൽ പൂക്കളുടെ നിറം, വിത്തിൻ്റെ ആകൃതി തുടങ്ങി 7 പ്രത്യേക സ്വഭാവങ്ങളെ അധികരിച്ച് വർഗസംരക്ഷണ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. എത്രയാണ്? 7 പ്രത്യേക സ്വഭാവങ്ങളെയാണ് നോക്കിയത്. പരീക്ഷണ ഫലങ്ങളുടെ വിശകലനത്തിലൂടെ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഒരു ജോഡി ഘടകങ്ങൾ ഉണ്ടെന്ന് വിശദീകരിക്കുകയും അവയെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുകയും ചെയ്തു. ജീനുകൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഈ ഘടകങ്ങളാണ് ഗ്രിഗർ മെൻഡൽ അന്ന് പരീക്ഷിച്ച 7 പ്രത്യേക സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്. ഗ്രിഗർ മെൻഡലിന്റെ നിഗമനങ്ങൾ പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ, ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്നറിയപ്പെടുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്നത് ആരുടേതാണ്? ഗ്രിഗർ മെൻഡലിന്റെ കണ്ടെത്തലാണ് 1856 ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്നറിയപ്പെടുന്നത്. പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ, പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും പറ്റിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെറിഡിറ്ററി വേരിയേഷൻ എന്നീ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കുന്നതിനുള്ള പ്രാഥമിക ജനിതക രൂപരേഖയാണ് ഏതെന്ന് പറയുന്നത്? ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്നറിയപ്പെടുന്നത്. 1865 തൻ്റെ കണ്ടെത്തലുകൾ ബ്രൂണിലെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ അവതരിപ്പിച്ച അടുത്ത വർഷം സസ്യസംഘടനകളെക്കുറിച്ച് പരീക്ഷണങ്ങൾ എന്ന പേരിൽ പ്രബന്ധവും പ്രസിദ്ധീകരിച്ചു. എന്നാൽ അക്കാലത്തെ ശാസ്ത്ര സമൂഹം മെൻഡലിന്റെ കണ്ടെത്തലിൽ വെറും മെൻഡലാണെന്ന് പറഞ്ഞു. അദ്ദേഹം 1884 മരിച്ചു. ദെൻ 1900 അദ്ദേഹത്തിൻ്റെ മരണത്തിന് 16 വർഷങ്ങൾക്ക് ശേഷം സസ്യശാസ്ത്രജ്ഞരായ ഹ്യൂഗോ ഡ്രേവിസ്, ആരാണ്? ഹ്യൂഗോ ഡി വ്രിസ്, കോൾ കോറൻ, എറിക് വോൺ ഷെർമാക്ക് എന്നിവർ മെൻഡലിൻ്റെ ഗവേഷണങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇതോടെയാണ് ജനിതകശാസ്ത്രം എന്ന ശാസ്ത്രശാഖയുടെ നിർണായക അടിത്തറയ്ക്ക് മെൻഡലിൻ്റെ കണ്ടെത്തലുകൾ അംഗീകരിക്കപ്പെട്ടത്. അപ്പോൾ മെൻഡലിൻ്റെ കണ്ടെത്തലുകൾ അംഗീകരിക്കപ്പെടാൻ കാരണമായ 3 ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ഒന്ന് ഹ്യൂഗോ ഡി വ്രിസ്, പിന്നെ കാൾ കോറൻസ്, എറിക് വോൺ ഷെർമാക്ക്. ഹ്യൂഗോ ഡി വ്രിസ്, കാൾ കോറൻസ്, എറിക് വോൺ ഷെർമാക്ക് എന്നിവർ. ഓക്കെ ആണല്ലോ. അടുത്തത് അദ്ദേഹത്തിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തോട്ടപ്പയർ വെച്ചിട്ടുള്ള ആ ഒരു വർഗസംരക്ഷണ ഇതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. മെൻഡൽ ആദ്യം ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരിഗണിച്ചാണ് വർഗസങ്കരണ പരീക്ഷണം നടത്തിയത്. ഇത് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നറിയപ്പെടുന്നു. അതായത് ഒരു ജോഡി മാത്രം എടുത്തു, എന്നിട്ട് മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തി. എങ്ങനെയാണ്? ഉയരം എന്ന സ്വഭാവത്തെ പരിഗണിച്ചിട്ടാണ് സങ്കരണ പരീക്ഷണം നടത്തിയത്. അതായത് ഉയരം കൂടിയ ഒരു ചെടിയും ഉയരം കുറഞ്ഞ ഒരു ചെടിയും കൂടെ എടുത്തു. ഉയരം കൂടിയ ഒരു ചെടിയും ഉയരം കുറഞ്ഞ ഒരു ചെടിയും, വലിയ ചെടിയും ഉയരം കുറഞ്ഞ ചെടിയും കൂടെ എടുത്തു. അപ്പോൾ നോക്കിയാണ്, ഒരേ ഒരു ഗുണം മാത്രം എടുത്തിട്ട് അതിൻ്റെ കൂടിയതും കുറഞ്ഞതും എടുത്തു. ഈ ഒരു പരീക്ഷണത്തിനെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് അറിയപ്പെടുന്നത്. മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ വിത്തിനുള്ളിൽ ഉണ്ടാകാമെന്ന് അദ്ദേഹം ഊഹിച്ചു. ഉയരക്കുറവ് എന്ന ഗുണത്തിന് കാരണമായ ഘടകത്തിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് കണ്ടെത്താൻ അദ്ദേഹം 1ാം തലമുറയിൽ ലഭിച്ച ചെടികളെ സ്വപരാഗണത്തിന് വിധേയമാക്കി 2ാം തലമുറകളെ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ 1ാം തലമുറയിൽ ഉയരം കൂടിയതും കുറഞ്ഞതും കൂടി വെച്ചപ്പോൾ ഉയരം കൂടിയത് കിട്ടി. 2ാം തലമുറയിൽ എത്തിയപ്പോൾ 787 ഉയരം കൂടിയതും, ദെൻ 1064 ചെടികളാണ് ഉണ്ടാക്കിയത്. അതിൽ 787 ഉയരം കൂടിയതും 277 ഉയരം കുറഞ്ഞതും വന്നു. അപ്പോൾ ഗുണങ്ങൾ തമ്മിലുള്ള അനുപാതം ഏകദേശം
3:1 എന്നുള്ള കണക്കിൽ വന്നു മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തിയപ്പോൾ. അപ്പോൾ ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും ചെയ്ത് നോക്കിയപ്പോൾ ഒന്നാം തലമുറയിൽ കൂടുതലും ഉയരം കൂടിയതുണ്ടായി. രണ്ടാം തലമുറ ആയപ്പോൾ കുറച്ചും കൂടി ചെടികൾ ഉണ്ടാക്കി, 1064 ചെടികൾ നട്ടു. അത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ 3:1, അതായത് ഉയരം കൂടിയതാണ് കൂടുതൽ വന്നത്, ഉയരം കുറഞ്ഞത് കുറച്ചും വന്നു. ഈ ഒരു രീതിയിലാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. അതിനുശേഷം എന്ത് ചെയ്തു, ഇതെങ്ങനെയാണെന്ന് നമുക്ക് ആ ഒരു രീതിയിൽ അദ്ദേഹം നോക്കി. അതായത് പയർ ചെടിയിലെ മറ്റ് 6 വ്യത്യസ്ത സ്വഭാവങ്ങളുടെ വിപരീത ഗുണങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് വർഗ സംരക്ഷണം നടത്തിയപ്പോഴും ഈ ആദ്യ പരീക്ഷണത്തിന് സമാനമായിട്ട് ഫലം മെൻഡലിന് ലഭിച്ചത്. അതായത് 3:1 എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതായത് അദ്ദേഹം കണ്ടെത്തിയ ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളിലൂടെയാണെന്ന് ഗ്രിഗർ മെൻഡൽ അനുമാനിച്ചു. ഈ ഘടകങ്ങൾ ന്യൂക്ലിയസിലെ ക്രോമസോമുകളിൽ കാണപ്പെടുന്ന ജീനുകളാണെന്ന് കണ്ടെത്തിയത് മെൻഡലിന്റെ കാലഘട്ടത്തിന് ശേഷമാണ്. ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങൾ ഉണ്ടാകും. ഒരു ജീനിന്റെ വ്യത്യസ്ത തരങ്ങളെ അലീലുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പം എന്താണ് അലീലുകൾ എന്നാൽ, ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങൾ ഉണ്ടാകും. ഒരു ജീനിന്റെ വ്യത്യസ്ത തരങ്ങളെ അലീലുകൾ എന്നാണ് വിളിക്കുന്നത്. സാധാരണയായിട്ട് ഒരു ജീനിന് 2 അലീലുകളാണുള്ളത്. എന്നാൽ അതായത് ഇപ്പോൾ നമ്മൾ വർഗസംകരണത്തിൽ ഉയരം എന്ന സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിൻ്റെ വ്യത്യസ്ത അലീലുകളാണ് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ക്യാപിറ്റൽ ടി എന്ന അലീൽ ഉയരം കൂടുതലിനെയും സ്മോൾ ടി എന്ന അലീൽ ഉയരക്കുറവിനെയും സൂചിപ്പിക്കുന്നു. ഒരു ജീവിയിലെ സ്വഭാവത്തിൻ്റെ പ്രകടരൂപത്തെ ഫിനോടൈപ്പ് എന്നും അതിന് കാരണമായ ജനിതക ഘടനയെ ജീനോടൈപ്പ് എന്നുമാണ് പറയുന്നത്. ഒരു ജീവിയിലെ സ്വഭാവത്തിൻ്റെ പ്രകടരൂപത്തെ ഫിനോടൈപ്പ് എന്നും ഇതിന് കാരണമായ ജനിതക ഘടനയെ എന്ത് വിളിക്കും? ജീനോടൈപ്പ് എന്നും വിളിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉയരം കൂടുക എന്ന് പറയുന്നത് നമുക്ക് കാണുന്ന പ്രകടമാറ്റമാണ്, അപ്പോൾ അത് ഫിനോടൈപ്പാണ്. ഇനി ജനിതക ഘടനയ്ക്ക് നമ്മൾ എന്ത് വിളിക്കും? ജീനോടൈപ്പ് എന്നും വിളിക്കും. സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിച്ചുകൊണ്ട് വർഗസങ്കരണ പരീക്ഷണം അഥവാ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഉയരം കൂടിയത് ടി എടുത്തു, ഉയരം കുറഞ്ഞത് ടി ദെൻ ചേർന്നത് ഉയരം കൂടിയത്. ഇത് ഒന്നാമത് ഉയരം കൂടിയത്, ഒന്നാം തലമുറ. ഇത് ആ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് നമ്മുടെ ടി എന്നുള്ള ആ ഒരു സൂചകം വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇത് വെച്ചിട്ട് മെൻ്റലി അനുമാനിച്ചതാണ് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗസംരക്ഷണത്തിന് വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രം പ്രകടമാക്കും, മറ്റത് മറഞ്ഞിരിക്കുകയും ചെയ്യും. ഒന്നാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ട ഗുണത്തെ പ്രകട ഗുണം അഥവാ ഡോമിനൻ്റ് ട്രൈറ്റ് എന്നും മറഞ്ഞിരുന്നതിനെ ഗുപ്ത ഗുണം അഥവാ റെസസീവ് ട്രൈറ്റ് എന്നും പറയും. ഒന്നാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ രണ്ടാം തലമുറയിലും പ്രകടമാകുന്നുണ്ട്. അടുത്തത് ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നു. ലിംഗകോശങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളല്ല അതിൽ വരുന്നത്, അത് കൂടിക്കലരാതെ വേർപിരിയുകയാണ് ചെയ്യുന്നത്. രണ്ടാം തലമുറയിലെ സന്താനങ്ങളിൽ പ്രകട ഗുണമുള്ളവയുടെയും ഗുപ്തഗുണമുള്ളവയുടെയും അനുപാതം 3:1 ആണ്. ഇതാണ് അദ്ദേഹം അനുമാനിച്ചത്. അടുത്ത ഘട്ടത്തിൽ ഒരേ ചെടിയിലെ 2 ജോഡി വിപരീത ഗുണങ്ങളുടെ പ്രേഷണം അദ്ദേഹം നിരീക്ഷണം വിധേയമാക്കി. ഇത് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്നറിയപ്പെട്ടു. മറ്റത് മോണോ ഹൈബ്രിഡ് ആണെങ്കിൽ ഇത് ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ് കൊണ്ടുവന്നത്. സസ്യത്തിൻ്റെയും ഉയരവും വിത്തിൻ്റെ ആകൃതിയും പരിഗണിച്ചിട്ട് കൊണ്ടിട്ടാണ് ആദ്യമായിട്ട് അദ്ദേഹം ഒരു വിശകലനം നടത്തിയത്. ഉയരം കൂടിയ തൈയും ഉരുണ്ട വിത്തും എടുത്തു. എന്നിട്ട് ഉയരം കുറഞ്ഞതും ചുളുങ്ങിയ വിത്തും എടുത്തു. എന്നിട്ട് ഇവ തമ്മിൽ ചേർത്തു. ഇത് ഒന്നാം തലമുറയിൽ സംഭവിച്ചത് എന്ത് ചെയ്തു? TTRR ഇങ്ങനെ വന്നു. TTRR ഇങ്ങനെ വന്നു. ഓക്കെ, ഒന്നാം തലമുറയിൽ ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ നമുക്കത് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ എന്ന് നോക്കാം.
മെൻഡൽ അനുമാനിച്ചത് രണ്ടോ അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ അവയിൽ ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നു. ഒരു ജീവിയുടെ ഒരു ജോഡി അലീലുകൾ മറ്റൊരു ജോഡി അലീലുകളുടെ വേർപെടലിനെ സ്വാധീനിക്കുന്നേയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉയരം കൂടിയതും വിത്ത് ഉരുണ്ടതും ആവാം, ഇനി വിത്ത് ചുളുങ്ങിയതാണെങ്കിൽ ഉയരം കൂടാം. അങ്ങനെ രണ്ടിനും തമ്മിലൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അലീലുകൾ എന്ത് ചെയ്യുന്നില്ല, കൂടിക്കലരുന്നില്ല എന്നാണ് മെൻഡൽ അനുമാനത്തിൽ എത്തിയത്. അപ്പോൾ മെൻഡലിൻ്റെ നിയമങ്ങൾ ജനിതക ശാസ്ത്രത്തിൻ്റെ അടിത്തറയായിരുന്നു. എന്നാൽ ജീവികളിലെ സ്വഭാവ ഗുണങ്ങളുടെ വൈവിധ്യത്തെ പൂർണ്ണമായി വിശദീകരിക്കാൻ അതിന് കഴിഞ്ഞില്ല. ജീനുകൾ, പരിസ്ഥിതി, മറ്റ് ഘടകങ്ങൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലുകളെക്കുറിച്ച് പിൽക്കാല പഠനങ്ങൾ മെൻഡലിൻ്റെ നിയമങ്ങളിൽ ചില പരിമിതികൾ വെളിവാക്കി. എന്തായാലും ആദ്യമായിട്ട് നടത്തിയ പഠനമില്ല, അപ്പോൾ ഉറപ്പായിട്ടും കുറേ പരിമിതികൾ കാണും. ഈ ഒരു പരിമിതികളെ ചേർത്തിട്ട് പറയുന്നതാണ് നോൺ മെൻഡലിയൻ ഇൻഹെറിറ്റൻസ് എന്ന ആശയത്തിന് തുടക്കമിട്ടു. മെൻഡലിയൻ്റെ കാര്യമല്ല, അതിൽ കുറേ പരിമിതികളുണ്ട്, അപ്പോൾ അത് നമുക്ക് മാറ്റണം. അതിനു വേണ്ടിയിട്ട് നോൺ മെൻഡലിയൻ ഇൻഹെറിറ്റൻസ് എന്ന ആശയത്തിന് തുടക്കമിട്ടു. ഓക്കെ, എന്തൊക്കെയാണ് നോൺ മെൻഡലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് നോക്കാം. ചുവന്ന പൂവുള്ള എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ചുവന്ന പൂവുള്ള നാലുമണിച്ചെടിയെ വെള്ളപ്പൂവുള്ള നാലുമണിച്ചെടിയുമായി വർഗസങ്കരണം നടത്തിയാൽ പിങ്ക് പൂക്കളുള്ള ചെടികൾ ഉണ്ടാക്കും. അപ്പോൾ അവിടെ നമ്മുടെ മെൻ്റലി പറഞ്ഞിരിക്കും, ഗ്രിഗർ മെൻ്റൽ പറഞ്ഞത് എന്താണ്, പരസ്പരം അങ്ങനെ ഒന്നും ഒരു ഇടകലർച്ച ഉണ്ടാകത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ഇടകലർച്ച ഉണ്ടായി. അപ്പോൾ അത് നമ്മുടെ നോൺ മെൻഡലിയൻ ഇൻഹെറിറ്റൻസ് ആണ്. ചുവന്ന പൂവുള്ള നാലുമണിച്ചെടിയെ വെള്ളപ്പൂവുള്ള നാലുമണിച്ചെടിയുമായി വർഗസങ്കരണം നടത്തിയപ്പോൾ പിങ്ക് പൂക്കളുള്ള ചെടികൾ കിട്ടി. പ്രകടഗുണത്തിൻ്റെ അലീലിന് ഗുപ്തഗുണത്തിൻ്റെ അലീലിനെ പൂർണ്ണമറമായിട്ട് അവിടെ സാധിക്കുന്നില്ല മറയ്ക്കാൻ. ഇതിനെ നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നാണ് വിളിക്കുന്നത്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇനി ചില കന്നുകാലികളിലും കുതിരകളിലും കാണുന്ന റോൺ കോട്ട് രണ്ട് അലീലുകളുടെയും ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാക്കുന്നു. രണ്ടും വെള്ളയും കാണിക്കും ബ്രൗണും കാണിക്കും. അപ്പോൾ അതും കോടിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ അതിനെ കോ ഡോമിനൻസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? കോ ഡോമിനൻസ് എന്ന് വിളിക്കും. അടുത്തത് മനുഷ്യനിലെ ABO രക്തഗ്രൂപ്പ്. രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനിന് മനുഷ്യഗണത്തിൽ ഹ്യൂമൻ പോപ്പുലേഷൻ 2ൽ കൂടുതൽ അലീലുകളുണ്ട്. IA ഉണ്ട്, IB ഉണ്ട്, പിന്നെ ഒരു സ്മോൾ I ഉണ്ട് എന്നീ 3 അലീലുകൾ രക്തഗ്രൂപ്പുകൾ നിർണ്ണയിക്കുന്നു. ഇതിനെ നമ്മൾ മൾട്ടിപ്പിൾ അലീലിസം എന്നാണ് പറയുന്നത്. എന്താണ്? മൾട്ടിപ്പിൾ അലീലിസം എന്നാണ് ഇതിനെ പറയുന്നത്. മൾട്ടിപ്പിൾ അലീലിസം. രക്തഗ്രൂപ്പുകൾ നിർണ്ണയിക്കുന്ന ജീനിന് മനുഷ്യഗണത്തിൽ 2ൽ കൂടുതൽ അലീലുകളുണ്ട്. IA, IB, I എന്നീ 3 അലീലുകൾ രക്തഗ്രൂപ്പുകൾ നിർണ്ണയിക്കുന്നു. ഇതിനെ നമ്മൾ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നു. ഇതും ഒരു നോൺ മെൻ്റൽ ഇൻഹെറിറ്റൻസ് ആണ്. അടുത്തത് ത്വക്കിൻ്റെ നിറവ്യത്യാസം. ത്വക്കിൻ്റെ നിറത്തെ നിയന്ത്രിക്കുന്നത് ഒന്നിലധികം ജീനുകൾ ചേർന്നാണ്. ഇവയുടെ പ്രവർത്തന ഫലമായി മെലാനിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ നിറവ്യത്യാസത്തിന് കാരണമാകുന്നു. ഇത് പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. എന്താണ്? ത്വക്കിൻ്റെ നിറം നമുക്കറിയാം. ത്വക്കിൻ്റെ നിറത്തെ നിയന്ത്രിക്കുന്നത് ഒന്നിലധികം ജീനുകൾ ചേർന്നാണ്. ഇവയുടെ പ്രവർത്തന ഫലമായി മെലാനിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ നിറവ്യത്യാസത്തിന് കാരണമാകുന്നു. അപ്പോൾ പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്നത് മറ്റൊരു ത്വക്കിൻ്റെ നിറവ്യത്യാസ സവിശേഷതയാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ഈ നിറവ്യത്യാസത്തിന് പിന്നിൽ എന്താണെന്നാണ്. ത്വക്കിന് നിറം നൽകുന്ന പ്രധാന വർണ്ണകമാണ് മെലാനിൻ. മെലാനിൻ്റെ അളവും തരവും ചേർന്ന് ത്വക്കിൻ്റെ നിറം നിർണ്ണയിക്കുന്നു. ഒരു വ്യക്തിയുടെ പൂർവികർ ഏതു ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് നിന്ന് വന്നത് എന്നത് ത്വക്കിൻ്റെ നിറത്തെ സ്വാധീനിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ വ്യത്യസ്ത പ്രദേശങ്ങളിലെ സൂര്യപ്രകാശത്തിൻ്റെ തീവ്രത വ്യത്യസ്തമായതിനാൽ ഓരോ പ്രദേശത്തിൻ്റെയും ത്വക്കിൻ്റെ നിറത്തിന് അനുയോജ്യമായ ജനിതക മാറ്റങ്ങൾ സംഭവിച്ചു. സൂര്യപ്രകാശ, ഭക്ഷണം, വൈറ്റമിൻ D എന്നിവ പോലുള്ള പരിസ്ഥിതി ഘടകങ്ങളും ത്വക്കിൻ്റെ നിറത്തെ സ്വാധീനിക്കുന്നു. മനുഷ്യരാശി ജനിതകപരമായി വളരെ വൈവിധ്യമാർന്നമാണ്. ത്വക്കിൻ്റെ നിറം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഓക്കെ, ഇനി അടുത്തത് വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ജനിതക പ്രക്രിയകൾ.
ലിംഗകോശങ്ങൾ ക്രോസിംഗ് ഓവർ. എന്താണ് ക്രോസിംഗ് ഓവർ എന്ന് നോക്കാം. ലിംഗകോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമായ കോശവിഭജന രീതിയാണ് ഊനഭംഗം അഥവാ മയോസിസ്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ നടക്കുന്ന ക്രോസിംഗ് ഓവർ എന്ന പ്രക്രിയയെക്കുറിച്ച് ചിത്രീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് മയോസിസ് എന്താണെന്നാണ്. മയോസിസ് എന്താണ്? ലിംഗകോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമായ കോശവിഭജന രീതിയാണ് ഊനഭംഗം. സമരൂപ ക്രോമസോമുകൾ, ഒരു ജീവിയുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സമാനമായ ക്രോമസോമുകൾ പരസ്പരം ജോഡിച്ചേരും, ചിത്രത്തിൽ കാണുന്നത് പോലെ. ഓക്കെ, ക്രോമസോമുകൾ ജോഡിച്ചേരുന്ന ഭാഗത്തെ കയാസ്മ എന്ന് പറയുന്നു. ഈ ഭാഗത്ത് വെച്ച് ക്രോമാറ്റിഡുകൾ മുറിയുന്നു. മുറിഞ്ഞ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു. ഈ കൈമാറ്റത്തിലൂടെ അലീൽ പുനഃസംയോജനം നടക്കുന്നു. ഇത് സന്താനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കാരണമാകുന്നു. അപ്പോൾ ക്രോമസോമുകൾ ജോഡിച്ചേരുന്ന ഭാഗത്തെ കയാസ്മ എന്നാണ് വിളിക്കുന്നത്. ഈ ഭാഗത്ത് വെച്ച് ക്രോമാറ്റിഡുകൾ മുറിയുന്നു. മുറിഞ്ഞ ഭാഗം പരസ്പരം കൈമാറുന്നു. ഈ കൈമാറ്റത്തിലൂടെ അലീൽ പുനഃസംയോജനം നടക്കുന്നു. ഇത് സന്താനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കാരണമാകുന്നു. ഈ ഒരു പ്രക്രിയയാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. അടുത്തത് മ്യൂട്ടേഷൻ. ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് മ്യൂട്ടേഷൻ എന്നത്. DNA ഇരട്ടിക്കലിലുണ്ടാകുന്ന തകരാറുകൾ, ചില പ്രത്യേക രാസവസ്തുക്കൾ, വികിരണങ്ങൾ തുടങ്ങിയവ മ്യൂട്ടേഷന് കാരണമാകാം. മ്യൂട്ടേഷൻ ജീനുകളിൽ മാറ്റമുണ്ടാക്കുന്നു. ഈ ജീനുകൾ തലമുറകളിലൂടെ കൈമാറി സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് നയിക്കുന്നു. ജീവപരിണാമത്തിൽ മ്യൂട്ടേഷനുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ക്രോസ് ഓവറും മ്യൂട്ടേഷനും ഒക്കെ എന്തിന് കാരണമാകും? ജനിതക ഘടനയിലുണ്ടാകുന്ന മാറ്റത്തിനും അത് തലമുറകളിലേക്ക് പിന്മാറാനും കാരണമാകും. അപ്പോൾ ബീജസംയോഗത്തിലെ അലീൽ ചേർച്ച, ക്രോസിംഗ് ഓവർ, മ്യൂട്ടേഷൻ മുതലായവ ജീവികളിൽ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു. ഇനി ജനിതക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി തൊഴിൽ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ പിന്നെ ഞാൻ ഒരു ക്ലാസ് പറഞ്ഞുതരാം. ഓക്കെ, എന്തൊക്കെയാണ്? അതായത് ഇത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ജീനോമിക്സ്, ബിഹേവിയറൽ ജനിതകശാസ്ത്രം, സൈറ്റോജെനറ്റിക്സ്, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ ചെറുതായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു ഷോർട്ട് നോട്ട് എന്തെങ്കിലും ഇട്ടേക്കാം. അപ്പോൾ ഇതിൻ്റെ നോട്ടുകൾ, ബാക്കി ഡീറ്റെയിൽസിനും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് വരിക. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട.